മുന്നേ ഈ ഇറാഖ് യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കക്ക് അത്യാവശ്യം മോശമില്ലാത്ത വിധത്തിലുള്ള ജനപിന്തുണ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ആ ഒരു ജനപിന്തുണ ഇല്ല എന്നാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന ഈ യുദ്ധത്തിന് ശേഷം നടന്ന ഒട്ടുമിക്ക സർവേകളിലും ഇറാന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അമേരിക്കന്റെ യുദ്ധം അത് ശരിയായ നടപടിയല്ല, അതിന് പിന്തുണക്കുന്നില്ല എന്ന വിധത്തിലാണ് പല സർവേകളും പുറത്തുവരുന്നത്. മാത്രമല്ല, ഇസ്രായേലിന്റെ കെണിയിൽ പോയിട്ട് അമേരിക്ക തലവെച്ച് കൊടുത്തു എന്നുള്ള ഒരു അഭിപ്രായമാണ് അമേരിക്കൻ പൗരന്മാർക്കിടയിലുള്ളത്. അപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സിലെ എടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സിലെ ഇപ്പം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിയുടെ അഗേൻസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്തുള്ള ആൾക്കാർ രൂക്ഷമായിട്ട് യുദ്ധത്തെ എതിർക്കുന്നുണ്ട്. അവർ പറയുന്നത് അമേരിക്കൻ ടാക്സ് പേഴ്സിന്റെ മണി കൊണ്ടുപോയിട്ട് വേണ്ടാത്ത കാര്യം ചിലവാക്കുന്നത് അവർ അവിടെ പൊളിറ്റിക്സ് ആണ്. പക്ഷേ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന നേരെ തിരിച്ച് റിപ്പബ്ലിക്കൻസ് പറയായിരിക്കും. എല്ലാ രാജ്യത്തെ പോലെ പൊളിറ്റിക്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് രസകരമായ കാര്യം വെച്ചാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ രണ്ടുപേര്, അതായത് FBI ഡയറക്ടർ കാഷ് പട്ടേലും നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസിന്റെ ഡയറക്ടർ തുളസി ഗബാർഡ്, രണ്ടുപേരും ഇന്ത്യൻ വംശജരാണ്. ഇവർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി പോലെ കാണിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരാണ്. അതായത് ട്രംപിനെക്കാളും വലിയ മുത്താശനാണ് വേണ്ടി നോക്കുന്ന ഇന്ത്യൻ വംശജരായ വലതുപക്ഷക്കാർ. അതിലൊരാളാണ് ഈ തുളസി ഗബാർഡിനെ സെനറ്റ് കമ്മിറ്റി വിളിച്ചു വരുത്തി പൂരിക്കുന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അതായത് ഇതേ തുളസി ഗബാർഡ് മാസങ്ങൾക്ക് മുന്നേ സെനറ്റ് കമ്മിറ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ട സെനറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത ഒരു റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ പിന്നെ ഇറാൻ ഒരിക്കലും അമേരിക്കക്ക് ത്രട്ടല്ല, ഇറാൻ ഇതുവരെ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന്റെ ഒരു സ്റ്റേജിൽ പോലും അവർ എത്തിയിട്ടില്ല. മാത്രമല്ല, ഇറാന്റെ ആത്മീയ നേതാവ് അതിനൊരു ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ മാസങ്ങൾക്ക് മുന്നേ കൊടുത്ത തുളസി ഗബാർഡ് ഇപ്പോൾ ട്രംപ് യുദ്ധം ആരംഭിച്ചാലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇറാൻ ഒരു വലിയ ത്രെട്ടാണ്, ഇമിനന്റ് ത്രെട്ടാണ് എന്ന വിധത്തിൽ പറഞ്ഞു വെച്ചാൽ അതിലെത്രത്തോളം വസ്തുതയുണ്ട് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഹിയറിംഗ് അവിടെ നടക്കുന്നുണ്ട്. അത് അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ അവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ വലിയ ചർച്ചയാണ്. ഇരുത്തി പൊരിക്കുകയാണ്, എന്തിനാണ് ഇത്തരത്തിലുള്ള നുണകളൊക്കെ പറയുന്നുള്ള വിധത്തിൽ ഇരുത്തി പൊരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയിൽ മുൻ ഇറാഖ് വാറിന് സമയത്ത് ഉണ്ടായ ആ ഒരു പിന്തുണ ഇറാൻ യുദ്ധത്തിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് അമേരിക്കൻ ജനതയുടെ ഒരു സിവിക് സെൻസ് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയിൽ നിന്ന് ചിന്തിച്ചു വെക്കാം. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യുന്നു, ഇന്ത്യക്കകത്ത് കുറേയധികം ആളുകൾ, ഒരു 60% ആൾക്കാർ യുദ്ധം പാടില്ല എന്നുള്ളൊരു അഭിപ്രായം എടുത്തെന്ന് വിചാരിക്കും. എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ സംഭവിക്കൂല. ഞങ്ങൾ ഏതെങ്കിലും കുറച്ചാളുകൾ എടുത്താൽ തന്നെ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവനെ തല്ലിക്കൊല്ലും.